നമ്മൾ നേരത്തെ ഒരു കാര്യം സംസാരിച്ചതാണ്, ഈ ബെഗാന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഒപ്പോണൻസ് ആയിട്ടുള്ള ടീമിനെ നോക്കിയിട്ട് അവരെ ബലഹീനരാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്ലേയേഴ്സിനെ ആവശ്യമില്ലാതെ സൈൻ ചെയ്ത് കൊണ്ടുപോയി ബെഞ്ചെ കൊണ്ടിരുന്ന പരിപാടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സഹലിനെയും കൊണ്ടുപോയതെന്ന് നമുക്കറിയാം. സഹൽ അവിടെ എത്ര നേരം കളിക്കുന്നുണ്ട്, എത്ര കളി കളിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. സഹലിന് വേണ്ട പ്ലേയിങ് ടൈമോ കാര്യങ്ങളോ ഒന്നും സഹലിന് അവിടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. ഏകദേശം ഇപ്പം 3 സീസണായിട്ട് സഹൽ ബെഗാനിൽ കളിക്കുന്നുണ്ട്. ഏകദേശം 61 മത്സരങ്ങൾ മാത്രമാണ്, 61 മത്സരങ്ങളോളം സഹൽ ബെഗാനിന് വേണ്ടി കളിച്ചു. 6 ഗോൾസ് നേടിയിട്ടുണ്ട്, 7 അസിസ്റ്റുകളുണ്ട്. ഇപ്പോൾ 3500 മിനിറ്റ്സ് മാത്രമാണ് സഹൽ ഈ 61 മത്സരങ്ങളിൽ നിന്നും ബെഗാന് വേണ്ടിയിട്ട് കളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളതൊരു പെർ മാച്ച് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 58 മിനിറ്റ് വെച്ചിട്ടാണ് ഓരോ മത്സരങ്ങളിലും സഹൽ കളിച്ചിട്ടുള്ളത്. ഇപ്പോഴും കരിയറിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെയൊക്കെ സൈൻ. കാരണം ആള് ബെഗാനിലേക്ക് എന്തിനു പോയി എന്നുള്ളതാണ്. ട്രോഫിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ട്രോഫി കിട്ടിയത് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ലല്ലോ. ഇപ്പം സഹല് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരുന്ന സമയം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 6 സീസൺ സഹല് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുണ്ട്. ഈ 6 സീസണിൽ 97 മത്സരങ്ങൾ സഹല് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 10 ഗോൾസ് നേടിയിട്ടുണ്ട്, 9 അസിസ്റ്റുകളുണ്ട്, 6206 മിനിറ്റ്സോളം സഹല് ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും സാധനങ്ങൾ നോക്കുമ്പോൾ ശരിക്കും നമ്മളൊരു 2 സീസൺ കൂട്ടിയാൽ മതി. കാരണം ആദ്യം തുടക്കത്തിൽ ഒരു 4 സീസൺ എന്ന് പറയുന്നത് സഹൽ ഒരു യങ് ടാലന്റ് ആണ്, ഒരു യങ്ങസ്റ്റ് പ്ലെയർ ആണ്. അപ്പൊ അതിൽ യങ്ങസ്റ്റ് പ്ലെയറിന് കിട്ടാവുന്ന, ഒരു ഇന്ത്യൻ യങ്ങസ്റ്റ് പ്ലെയറിന് കിട്ടാവുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ബ്ലാസ്റ്റേഴ്സിൽ സഹലിന് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു യങ് പ്ലെയറിനെ സംബന്ധിച്ചിട്ട് സഹലിന് വേണ്ട സാധനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആരാധക പിന്തുണയാണെങ്കിൽ പോലും. അപ്പോൾ സഹലിന് കിട്ടിയതുപോലെ മറ്റാർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബെഗാനിൽ ചെന്നതിന് ശേഷം സഹലിന് അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സഹൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഉണ്ടായതിനേക്കാളൊക്കെ അപ്പുറം ഇപ്പോഴും കിട്ടിയേനെ. പിന്നെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു 2 വർഷം ബ്ലാസ്റ്റേഴ്സിൽ സഹൽ ഉണ്ടായിരുന്ന ഒരു ലാസ്റ്റ് 2 വർഷം, അതായത് ഇവാൻ ആശാന്റെ വർഷമാണ്. ആ ഒരു സമയം തൊട്ടാണ് സഹല് 90 മിനിറ്റും കളിക്കാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ അഡ്രിയാൻ ലൂണ അടക്കമുള്ള പല വിദേശ താരങ്ങൾക്കൊപ്പം 90 മിനിറ്റ് ബൂട്ട് കെട്ടി കളിക്കാൻ സഹൽ തുടങ്ങിയിരുന്നു. സഹലിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും അപ്പോഴാണ്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ എനിക്കൊന്നും ഈ ലൂണ ഇല്ലാത്ത മത്സരങ്ങളൊക്കെ സഹല് ലീഡ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സഹൽ ഉണ്ടെങ്കിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. സഹലിനെ ട്രസ്റ്റ് ചെയ്ത് ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പം സഹല് ലീഡ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുപോയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ സഹൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും സഹലിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റിക്കുമുള്ള ഒരു സാഹചര്യം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 സീസൺ കൊണ്ട് സഹല് 39 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഏകദേശം 2819 മിനിറ്റ്സ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതായത് ഒരു മത്സരം പെർ മാച്ച് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 72 മിനിറ്റോളം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ 2 വർഷം സഹൽ കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ 2 വർഷമായിരുന്നു സഹലിന്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്. ഈ സമയത്താണ് സഹൽ ഒരു എന്താ പറയാ സഹൽ ഒരു സീനിയർ പ്ലെയർ അല്ലെങ്കിൽ ടീമിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ നെടുന്തൂണായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബെഗാൻ സഹലിനെ വാങ്ങിക്കൊണ്ടു പോകുന്നത്.